കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. എന്ത് പറ്റിയെന്ന് മനസ്സിലാവണില്ല. വെളുപ്പിക്കാൻ വേണ്ടി ഇത്രയും ഇരുന്ന് പുഴുകേണ്ട ആവശ്യം എന്തായിരുന്നു? പിന്നെ ജബ്രി കോംബോയെ കുറിച്ച് അതിൽ ചോദിച്ചപ്പോൾ പറയുന്ന മറുപടിയാണ് ഇൻട്രസ്റ്റിംഗ്. അത് അതിൻ്റെ അകത്തും വെച്ച് പറഞ്ഞു. പിന്നെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് അവൻ പറയുന്നതാണ് അതിൻ്റെ ശരി. എൻ്റെ കണ്ണി പ്രണയം വന്നു. ഈ ലോകത്ത് ആദ്യമായിട്ടാണ് ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് തോന്നും ഇത് കേട്ട് കഴിഞ്ഞാൽ. ഇത്രയൊക്കെ നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നെങ്കിൽ അവിടെ കിടന്ന് അത്രയും വൃത്തികേട് കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇതാണ് ചോദ്യം. ആണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലസ്റ്റ് അല്ല, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ അവിടെ കാണിച്ചത് എന്തായിരുന്നു? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തെറിയും കാണിച്ചിട്ട് പിന്നെ അതിനെ ഇരുന്ന് വെളുപ്പിക്കാൻ നടക്കരുത്. ഇത് ബാക്കി കാണുന്ന ആൾക്കാർ മണ്ടന്മാരെന്ന് ചിന്തിക്കരുത് ജാസ്മിനെ. എന്തായാലും കൊള്ളാം, സ്വയം ഇരുന്ന് വെളുപ്പിക്കാൻ വേണ്ടി പുഴുകുന്ന സ്ട്രാറ്റജി നന്നായിരുന്നു. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിന്ന് തുറന്നു പറഞ്ഞതും വേറെ ആരുമല്ല, നീ തന്നെയാണ്. എന്നിട്ട് അവിടെ കിടന്ന് ഗബ്രിയുടെ കൂടെ കാണിച്ചതും വേറെ ആരുമല്ല, നീ തന്നെയാണ്. അപ്പം നീ ചെയ്തതെല്ലാം സൽസ്വഭാവവും പിന്നെ പുള്ളി ആ ഫോട്ടോ എടുത്ത് വിട്ടതും ചാറ്റ് വിട്ടതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാലും ഫോട്ടോ എടുത്ത് പുറത്ത് വിട്ടതൊക്കെയാണോ ചതി? അത് കൊള്ളാലോ. അതെന്ത് ന്യായമാണ് ജാസ്മിനെ? പിന്നെ ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് നിനക്ക് ഫേവറിസ് ഉണ്ടായില്ല എന്നൊന്നും പറയരുത്. അവിടെ ഫോൺ കോൾ വന്നത് നിനക്കാണ്. ലെറ്റർ വന്നോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ ഫോൺ കോൾ നിനക്ക് വന്നായിരുന്നു. പിന്നെ പല കാര്യങ്ങളിലും നിനക്ക് ഫേവറിസ് ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞരുത്, മനസ്സിലായല്ലോ? ജിൻഡോയെ തൊട്ടിട്ട് നിനക്ക് റെഡ് കാർഡോ യെല്ലോ കാർഡോ ഈവൻ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ചൊരു സംസാരം പോലും ഉണ്ടായില്ലല്ലോ. ജിൻഡോയെ അടിച്ചതും ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് ജാസ്മിൻ. അപ്പം നിനക്കങ്ങ് ഫേവറസ് ഇല്ലായിരുന്നു. ഓവർ ആക്കല്ലേ ഒരുപാട്. ജാസ്മിൻ ഷിബിൻ ഇഷ്യൂ അതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. അതിൽ എനിക്ക് സിബിനോട് സത്യം പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. അത് സിബിൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഗബ്രിയെ വെള്ള പൂശാൻ വേണ്ടി നീ അവിടെ ഇരുന്ന് ശ്രമിക്കുന്നുണ്ട്. നീ ഒന്ന് നോക്കിയാൽ മതി. ഗബ്രി ഒരു ഇൻ്റർവ്യൂ പുറത്ത് പോയിട്ട് അവൻ പറഞ്ഞത്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടോ എനിക്ക് കുഴപ്പമില്ല, അത് നിന്റെ കോളാണ്. പക്ഷേ അവൻ പറഞ്ഞൊരു ഇൻ്റർവ്യൂ കിടപ്പുണ്ട്, അത് നീ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. പിന്നെ ജാസ്മിൻ ആര്യ ഇഷ്യൂ. മോളെ ജാസ്മിനെ, ഒരു കാര്യം ആലോചിക്കണം. ആര്യ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെപ്പോലെ ഇവിടെ കിടന്ന് വൃത്തികേട് കാണിച്ചില്ല ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുറന്ന് പറച്ചിലുണ്ടായപ്പോൾ സൈബർ അറ്റാക്കുകൾ ഉണ്ടായി, സമ്മതിക്കുന്നു. നീ കാണിച്ച വൃത്തികേടിനെയാണ് ആര്യ തുറന്നു പറഞ്ഞത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത്രേ ഉള്ളൂ. ജീവിതം വെച്ച് കളിക്കാൻ പോയതല്ല. പിന്നെ നീ അവിടെ എന്താണ് ചെയ്തത്? നീ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞതും ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ആ വാഴത്തോട്ടത്തിൽ ഇരുന്നതും നീയാണ് പറഞ്ഞത്. നീ എന്താ കമ്മിറ്റഡ് ആയിന്നോ, എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നോ, റിലേഷൻഷിപ്പിലാണെന്നോ? ഇപ്പം നീ വന്നിരുന്ന് ഇതെല്ലാം തിരിച്ചു പറയുന്നു. എനിവേസ്, വെളുപ്പിക്കൽ ഭംഗിയാവട്ടെ, ജീവിതങ്ങൾ മുന്നോട്ട് പോട്ടെ. ഒരു കാര്യം ഞാൻ സമ്മതിച്ചിരുന്നു ജാസ്മിൻ, ഇത്രയും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടും ഇത്രയും നെഗറ്റീവായിട്ടും നീ അതിനെ സർവൈവ് ചെയ്തു. ഹാൻഡ്സ് ഓഫ് ടു ദാറ്റ്.